उत्तमस्तवा उच्चमन्ददा चित्तजं जप ध्यान उत्तमम् आज्यधारया स्रोतसासमं शरणचिन्तनं विरलदत्परं वेदभावनां सोऽहमित्यसो भावनाविदा पावनीमद भावशून्यस सद्भावस्वस्तिनि भावनाबला भक्तिरुत्तमा क्रिस्तुलेमना स्वस्थता क्रिया भक्तियोगवो दात्सनिश्चितं वायुरोदना लीयते मन जालपक्षिवारोदसादनं चित्तवायवा चिक्रियायुधा शाहयोर्त्वयि शक्तिमूलदा लयविनाशनी उभयरोदनी लयगदं पुनर्भवति नो कृतं प्राणरोदना लीनमानसम् एकचिन्तना नाशमित्यद नष्टमानसोत्कृष्टयोगिना कृत्यमस्ति किं स्वस्तिदिं यदा दृश्यवारिदं चित्तात्मना चित्तदर्शनं तत्त्वदर्शनं मानसं तु किं मार्गणे कृते नैव मानसं मार्ग आर्जवा वृत्तयोस्तोहं वृत्तिमाश्रिता वृत्तयो मनो विद्यहं मन अहमयं कुतो भवति चिन्नुद ऐवदत्यहं निजविचारणम् अहमिनाशः जहमहन्दया स्फुरति स्वयं परमपूर्णस इदमहं वदाभिक्यमन्यहम् अहमिनीलगे प्रलयशक्तया विग्रहेन्द्रिया प्राणदीदमा नाहमेकस सज्जडं यस सत्त्ववासिका चित्तवेदरा सत्तया हि चित्तयाहम् ईश जीवयो वेषरीमिदा सल्स्वभावदो वस्तु केवलं वेषहानद स्वात्मदर्शनम् ईश्वदर्शनं स्वात्मरूपदा आत्मसंस्थिति स्वात्मदर्शनम् आत्मनिर्द्वयादात्मनिष्ठद ज्ञानवर्जिता अज्ञानहीनजित् ज्ञानमस्ति किं ज्ञातुमन्तरं किं स्वरूपमेदात्मदर्शने हौवयापवा पूर्णचित्सुखं बन्धमुक्त्यतीतं परं सुखं विन्दजीयहि वस्तुदेविका अहमपेदगं निजविमानगं महदिदं तवो रमणवागियं महदिदं तवो रमणवागियम् ॐ नमो भगवते श्रीरमणाय। മൂന്നാമത്തെ ജാഗ്രസ്ഥാനം കഴിഞ്ഞില്ലേ? സ്വപ്നസ്ഥാനം തുടങ്ങിയോ? തുടങ്ങിയില്ല. തുടങ്ങിയെന്നോ തുടങ്ങി കുറച്ച് പറഞ്ഞോന്നായിരിക്കും അല്ലേ? കുറച്ച് തുടങ്ങി സ്ലോന്നൂടെ ചൊല്ലി അങ്ങ് എടുത്തേക്കാം. തുടങ്ങിയില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം തോന്നിയതുകൊണ്ട് തുടങ്ങി കുറച്ച് ഞാൻ എടുക്കുകയും ചെയ്തു. ഓം ഭദ്രം കർണേഭിः ശൃണുയാമ ദേവാः
ഭദ്രം പശ്യേമാക്ഷിഭിര്യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുः സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദധാതു ഓം ശാന്തി ശാന്തി ശാന്തി. സ്വപ്നസ്ഥാനോന്തപ്രജ്ഞഃ സപ്താംഗ ഏകോനവിംശതിമുഖഃ പ്രവിവിക്തഭുക് തൈജസോദ്വിതീയപാദഃ സ്വപ്നസ്ഥാനഃ അന്തഃപ്രജ്ഞഃ സ്വപ്നമാകുന്ന സ്ഥാനത്തോടു കൂടിയവനും അന്തർഭാഗത്ത് അറിവ് അല്ലെങ്കിൽ പ്രജ്ഞയോട് കൂടിയവനും സപ്തംഗ ഏകോനവിംശതിമുഖ 7 അംഗങ്ങളോടും 19 മുഖങ്ങളോടും കൂടിയവനും പ്രവിവിക്ത ഭുക്ക് പ്രകർഷേണ വിവിക്ത ഭുക്ക് ആയിരിക്കുന്നവനും മനക്കൽപ്പിതങ്ങളായ സൂക്ഷ്മ വിഷയങ്ങളെ അനുഭവിക്കുന്നവൻ എന്ന് താല്പര്യം. മറ്റാർക്കും പങ്കുവയ്ക്കാതെ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നവനും ആയ തൈജസഹ തൈജസൻ, തേജസ്സിൽ നിന്നുണ്ടായവൻ, വാസനാരൂപത്തിൽ നിന്ന് ഉണ്ടായവൻ, വാസനാമയനായ ദ്വിതീയ അവൻ രണ്ടാമത്തെ പാദമാകും. ഒന്നാം പാദം ജാഗ്രതാണെന്ന് കണ്ടു ജീവൻ്റെ. രണ്ടാമത്തെ പാദം സ്വപ്നാവസ്ഥയാകുന്ന സ്ഥാനമുള്ളവനും ആഭ്യന്തരങ്ങളായ വിഷയങ്ങളെ സൂക്ഷ്മമായ പ്രജ്ഞയിൽ അനുഭവിക്കുന്നവനും പുറമേ അനുഭവിക്കാത്തവൻ, പങ്കുവയ്ക്കാത്തവൻ. 19 മുഖങ്ങളും 7 അംഗങ്ങളും മുൻപ് പറഞ്ഞിട്ടുള്ളവ തന്നെ, അവ തന്നെയാണ് ഇവിടെയും. പക്ഷെ അതിൻ്റെ സൂക്ഷ്മഭാവമാണ്. അവിടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും 5 പ്രാണങ്ങളും പ്രാണാപാന വ്യാന ഉദാന സമാനന്മാരും അടങ്ങുന്ന 19 മുഖം. മുകളിലെ ദ്യോവ്, കാലുകളാകുന്ന പൃഥ്വി, ഇതെല്ലാം അടങ്ങുന്ന 7 അംഗങ്ങളും 7 അംഗങ്ങൾ അത് തന്നെ. 19 മുഖങ്ങളിൽ ഇന്ദ്രിയങ്ങൾക്ക് പകരം ഇന്ദ്രിയ ശക്തികളാണെന്ന് മാത്രം. രണ്ടിലും ദേവതകളൊന്നു തന്നെയാണ്. ജാഗ്രത്തില് സ്ഥൂലേന്ദ്രിയങ്ങളാണ് പ്രവർത്തിക്കുന്നത്. വിഷയങ്ങളെ സ്ഥൂലമായ കണ്ണ്, സ്ഥൂലമായ മൂക്ക്, സ്ഥൂലമായ ചെവി, സ്ഥൂലമായ ത്വക്ക് ഒക്കെയാണ് പുറം ലോകത്ത് നിന്ന് അകത്തേക്ക് കൊണ്ടുവരുന്നത്. ആ ഇന്ദ്രിയങ്ങളെല്ലാം ഉപസംഹൃതങ്ങളായിരിക്കുമ്പോഴാണ് സ്വപ്നമാകുന്ന സ്ഥാനം ഉണ്ടാകുന്നത്. അവിടെ അനുഭവിക്കുന്നവൻ അന്തഃപ്രജ്ഞനാണ്. ഉണർന്നിരിക്കുന്നു എങ്കിലും ഉണർവിൽ കാണുന്ന കണ്ണ്, ഉണർവിൽ കാണുന്ന മൂക്ക്, ഉണർവിൽ കാണുന്ന ത്വക്ക്, ഉണർവിൽ കാണുന്ന ചെവി, ഇവയുടെ ആധാരത്തിൽ ബാഹ്യവിഷയങ്ങളെ അനുഭവിക്കുകയല്ല, മറിച്ച് അവ തുറന്നിരിക്കുമ്പോഴും ഇന്ദ്രിയ ശക്തികൾ കൊണ്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ജാഗ്രതയില്ല.
ഉണർവിങ്കലും സുഷുപ്തിയിലും ഒരുപോലെ ഉഭയത്വമുള്ളതാണ് സ്വപ്നം. അതുകൊണ്ട് സ്വപ്നം ഉഭയാംഗത്വമുള്ളതാണ്. ജാഗ്രത്തിൽ സ്ഥൂല വിഷയങ്ങളെ സ്ഥൂലമായ ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് കൊണ്ടിരിക്കുക. സ്ഥൂലേന്ദ്രിയ വ്യാപാരം കൊണ്ടാണ് അനുഭവിക്കുന്നത്. സ്വപ്നസ്ഥാനത്തിലെത്തിയാൽ ഉണർന്നിരിക്കുന്നു എന്ന് തോന്നുമെങ്കിലും സ്ഥൂല വിഷയങ്ങളെ അനുഭവിക്കാതെ കൽപ്പിതങ്ങളായ വസ്തുക്കളെ അനുഭവിക്കും. അപ്പൊ ജാഗ്രത ലയിക്കുന്നത് അതുകൊണ്ട് സ്വപ്നത്തിലാണ്. ജാഗ്രത തനിച്ചുള്ള അവസ്ഥ തന്നെ ശുദ്ധമായ ജാഗ്രത, മഹാജാഗ്രത വളരെ കുറവാണ്. ജാഗ്രതയിലിരുന്ന് ജാഗ്രതയെയും സ്വപ്നത്തെയും വ്യവച്ഛേദിച്ചാൽ ജാഗ്രത അല്പമാത്രമാണെന്ന് കാണാം. ജാഗ്രതയില് സ്ഥൂല വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ വഴക്കുകളും വക്കാണങ്ങൾക്കും ഒന്നും സാധ്യതയുമില്ല. ജാഗ്രതയിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രിയാപ്രിയങ്ങളെ ഉണ്ടാക്കുന്നത് മുഴുവൻ വാസനാമയനാണ്, തൈജസ്സനാണ്. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ, നിങ്ങളുടെ വിദ്യാഭ്യാസ സമീക്ഷകളും നിങ്ങളുടെ സാമൂഹിക പ്രവർത്തനങ്ങളും നിങ്ങളുടെ കുടുംബജീവിതവും നിങ്ങളുടെ കൂട്ടായ്മയും എല്ലാം ആധുനിക കാലത്തെ ആശ്രമധർമ്മങ്ങളും വർണ്ണധർമ്മങ്ങളും വരെ ജാഗ്രതയുടെ പരിപ്രേക്ഷ്യത്തിൽ ഉൾക്കൊള്ളുകയും സ്വപ്നത്തിൽ പരിശോധിക്കപ്പെടാതിരിക്കുകയും ചെയ്യുകയാൽ അവ പരാജയങ്ങളാണ്. പഠിപ്പുകൾക്കൊക്കെ വന്നു ഭവിക്കുന്ന ഒരു വലിയ തെറ്റതാണ്. ഒരുവന്റെ ജാഗ്രത തലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിയമനിർമ്മാണങ്ങളും രാഷ്ട്രം, കുടുംബം, സമൂഹം ഇവയും ഒക്കെ കെട്ടിപ്പടുക്കുന്നു. ഇവയെല്ലാം കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പെട്ട് കഴിയുമ്പോൾ അപരനുമായി ഒരിക്കലും തുറന്നു വെക്കാത്ത ഒരു സ്വപ്നത്തിലാണ് ഇവൻ ജീവിക്കുന്നത് എന്നുള്ളതാണ് തിരിച്ചറിയുന്നത്. നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളും അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളും എല്ലാം സാമൂഹിക തലത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഈ രണ്ട് തലങ്ങൾ ജാഗ്രതയുടെ അല്പമാത്രമായ ഇടവേള കഴിഞ്ഞാൽ ജാഗ്രത സ്വപ്നത്തിൽ ചെന്ന് ലയിക്കുകയും തൈജസൻ വാസനാമയൻ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. വാസനാമയൻ കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വേറെ എവിടെയും ഭയം, സംഭ്രമം, രാഗം, ദ്വേഷം എന്നുവേണ്ട എല്ലാം, ലജ്ജ,
സകലതും ഈ വാസനയിൽ നിന്ന് തൈജസ്സൻ അതീവ രഹസ്യമായി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളുടെയും ഈടുവയ്പ്പുകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ വിദ്യാഭ്യാസമില്ല. പ്രാചീനരുടെ ഇടയിൽ അവിടെ ആയിരുന്നു വിദ്യാഭ്യാസം. അതുകൊണ്ട് അവർ കാര്യങ്ങളെ കാണുന്നതിന് വാസനാമയനെ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് ഭരിച്ചിരുന്നത് പരിചയസമ്പന്നതയിലെ വാസനകൾ ക്ഷയിച്ചു എന്ന് ഉറപ്പു വന്നവരുടെ വാക്കുകളുടെ ഇന്ന് അപ്രകടിത വാസനകളാണ് കുടുംബങ്ങളെയും കൂട്ടായ്മകളെയും കാര്യങ്ങളെയും ഒക്കെ ഭരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വീടുകളെടുത്താൽ പോലും കാണാം. ഞാനിതെല്ലാം പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നാണ് എൻ്റെ ഓർമ്മ. വേറൊരു ദിശയിലായിരിക്കും പറഞ്ഞത്. കാരണം ഭാഷ അല്പം മാറിയിട്ടുണ്ടാവും. അതെപ്പോൾ പറഞ്ഞാലും മാറും. ഇനി ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാൽ വേറെ ഉദാഹരണം കൊണ്ട് പറയാൻ പറ്റും. കഴിഞ്ഞ ഓണത്തെ ഉദാഹരണങ്ങളായിരിക്കില്ല എന്ന് മാത്രം. എങ്കിലും ഞാനിതെല്ലാം പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നി. പറഞ്ഞതാണ്. നിങ്ങളുടെ വീടൊക്കെ എടുത്താൽ മതി. ഇന്ന് വീടിൻ്റെ ഭരണം അതിൻ്റെ സ്വപ്ന സ്ഥായിയിൽ നടത്തുന്നത് അപരിചിതത്വമുള്ള അപ്രകടിത വാസനകൾ നിറഞ്ഞ കുട്ടികളാണ്. കൊച്ചുകുട്ടികളാണ് വീടെല്ലാം ഭരിക്കുന്നത്. വളരെ കൊച്ചുകുട്ടികൾ, ഒരു 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് വീട്ടിലെ കാരണമെന്ന്. എല്ലാ വീട്ടിലും ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, അവരുടെ ഇഷ്ടങ്ങളെയും അവരുടെ ജീവിതത്തെയും ആസ്പദമാക്കി ആ വാസനകൾക്ക് പെരുപ്പം നൽകുമാറാണ് മുതിർന്നവർ ഇന്ന് എല്ലാം ചെയ്യുന്നത്. പഴയ കാലത്ത് വാസനകളൊക്കെ ക്ഷയിച്ച പക്വമതികളായ വൃദ്ധന്മാരുടെ സങ്കല്പങ്ങളിലാണ് മാതാപിതാക്കളും കുട്ടികളും വളർന്നത്. സമ്മതമല്ല തോന്നുന്നു. നിങ്ങൾ എഞ്ചിനീയറോ ഡോക്ടറോ എന്ത് മണ്ണാങ്കട്ടേ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിലെ തീരുമാനം എടുക്കുന്നത് ഇവൻ്റെ ഒരു ആഗ്രഹത്തെ ആസ്പദമാക്കി മാത്രമാണ്. ഈ കുട്ടികളൊന്നും ഒരിക്കലും വളരാറില്ല. ശാരീരികമായ ഒരു തടി വെക്കും, തലയും കൈയും കാലും ഒക്കെ വളരുമെന്നല്ലാതെ കുട്ടിക്കാലത്ത് ഏതൊരു കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ച് കുടുംബം വളർന്നു അവൻ ഒരു കാലത്തും വളരും. അവൻ്റെ വാസനകൾ രൂഢമൂലങ്ങളാവും. ഒരു വാസന പോലും ഒരിക്കലും കൊഴിഞ്ഞു പോകില്ല. അവൻ ഒരു കാലത്തും ധർമ്മം എന്തെന്ന് നോക്കിയാൽ കാണാൻ കഴിവുണ്ടാവില്ല. ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് ചെന്നാലും അധർമ്മം അവൻ്റെ കൂത്തരങ്ങായിരിക്കും. പിടിവാശി അവൻ്റെ തൈജസ്വഭാവത്തിൻ്റെ സങ്കീർണതയായിരിക്കും. നിഷേധം അവൻ്റെ വ്യക്തിത്വമായിരിക്കും. മാതാപിതാക്കളോ പ്രായമായവരോ ബഹുമാനിതരോ അറിവുള്ളവരോ ഒന്നും അവന്
സ്വപ്നത്തിലുണ്ടാവില്ല. ഇങ്ങനൊരു സമൂഹമാണ് ഇന്ന് രൂപാന്തരപ്പെട്ടത്. ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളത്തരവും അതിശയോക്തിയും. ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണ്. ഇവിടെയൊക്കെ വീടെടുത്തുള്ള എനിക്ക് തോന്നുന്ന ഒരു ഒറ്റ എക്സെപ്ഷൻ കാണില്ല. ഒരു കേമമായ അക്ഷരമ്മമാരും മഹത്വം നിറഞ്ഞവരൊക്കെ പറയാൻ തുടങ്ങി. ഒരിക്കൽ താൻ ഉപവസിച്ചാൽ ലോകം മുഴുവൻ ഉപവസിക്കണം. ഒരിക്കൽ താൻ മത്സ്യമാംസങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ ലോകം മുഴുവൻ മത്സ്യമാംസങ്ങളെല്ലാം ഉപേക്ഷിക്കണം. ഒരിക്കൽ താൻ സഭ്യനായ ലോകം മുഴുവൻ സഭ്യനാകും. ഇങ്ങനെയുണ്ടോ? കഴിഞ്ഞ 4 നൂറ്റാണ്ടുകൾ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ മഹാപുരുഷന്മാരായവർ മുഴുവൻ ഈ പിടിവാശിക്കാരായ കുട്ടികളാണെന്നതാണ്. നിങ്ങളുടെ രാഷ്ട്രപിതാവ് ഉൾപ്പെടെ അല്പം പോലും കുട്ടിത്തം പോകാത്ത, സബഹുമാനം ഔന്നത്യത്തെ അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, ഇന്ത്യയുടെ വഴിത്തിരിവാണ്. നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടാകുന്ന പദങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തേ നിങ്ങൾ കേട്ട് സൗമ്യമായിരിക്കുന്നു എന്നത് എനിക്ക് വലിയൊരു അത്ഭുതമാണ്. മറുപടി പറയാതിരിക്കുകയാണ്, തല്ലാതിരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു അത്ഭുതം തോന്നുകയാണ്. ഞാൻ അത്ര ശക്തമായിട്ടാണ്. ശരിയാണെന്ന് പെട്ടെന്ന് സമ്മതിക്കാവുന്നതല്ല. ഒരു വ്യക്തിയുടെ ശരിയല്ല ശരി. വ്യക്തിയുടെ ശരി ജാഗ്രതയിൽ തോന്നുന്നതല്ല, സ്വപ്നത്തിൽ തോന്നുന്നതാണ്. ഒരു വ്യക്തിയുടെ സ്വപ്നത്തിലൂടെ ഒരു രാഷ്ട്രത്തെ, ഒരു കുടുംബത്തെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതിൽ ജീവിക്കുന്ന ബാക്കി ആർക്കും സ്വപ്നങ്ങളില്ലെന്നാണ്. പാത്രം എടുത്ത് കഴുകാൻ ഒരാൾ പറയുമ്പോൾ അയാൾക്ക് സ്വപ്നത്തിൽ അത് കഴുകണം എന്ന് ആഗ്രഹം തോന്നുന്നത് പോലെ അത് കഴുകിക്കൂടാ എന്ന ആഗ്രഹം തോന്നുന്ന ആളെ നിർബന്ധിച്ചുകൂടാ. സ്വയം കഴുകാം. മനസ്സിലായില്ല? ആ ഉദാഹരണം തലവെച്ചായിരിക്കും എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് അതേ ഉദാഹരണത്തിൽ തന്നെ ആയിക്കോട്ടെ മറുപടി എന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യാവോ? പഞ്ചമന്റെ പാത്രം ഗാന്ധിക്ക് കഴുകാം, ആരും കൈക്ക് പിടിക്കില്ല. അദ്ദേഹത്തിന്റെ സ്വപ്നം പോലും സ്വപ്നത്തിന് കസ്തൂർബായ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം പഠിച്ചാലും കഴുകി കാണിക്കാം. ലോകത്തെ കഴുകിപ്പിച്ച് കാണിക്കുക. അത് ഇലയെടുത്ത് കാണിക്കരുത്. ആളുകളോടൊക്കെ പോയി ഇലയെടുക്കണമെന്ന് പറയരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് വെച്ചു പുലർത്താം. കടുംപിടുത്തക്കാരനായി സ്വന്തം സ്വപ്നങ്ങളിലേക്ക് ഒരു കുടുംബത്തെ കൊണ്ടുപോകുന്ന കുട്ടിത്തമാണ്, വ്യക്തിത്വവും. പലപ്പോഴും പല തീരുമാനങ്ങളെ കുറിച്ചും ആ വ്യക്തിയെ ചർച്ച ചെയ്യുന്നത് എൻ്റെ ജോലിയല്ല. ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എങ്കിലും നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഹരിപുര കോൺഗ്രസ് ഉൾപ്പെടെ ഗാന്ധി എടുത്ത എല്ലാ തീരുമാനങ്ങളിലും പിടിവാശിയാണ്.
ബോസിനെ പുറത്തുവിടണമെന്നേ ഗാന്ധി ആഗ്രഹിച്ചുള്ളൂ. നെഹ്റുവിനെ പുറത്തുവിടണമെന്ന് ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഇറങ്ങിപ്പോയ നെഹ്റുവും ബോസും ഒരുമിച്ച് പോയിട്ട് ഹരിപുര കോൺഗ്രസിൽ തിരിച്ച് അകത്തേക്ക് വന്നതിൻ്റെ നേതൃത്വത്തിലേക്ക് നെഹ്റു വരുമ്പോൾ ബോസ് എന്നേക്കുമായി പോകുമായിരുന്നു. ചരിത്രം ഓർമ്മയുണ്ടെങ്കിൽ ഹരിപുര കോൺഗ്രസ് ഓർമ്മിക്കുമെങ്കിൽ പ്രായം അത്രയുള്ളവരുണ്ടാവുകയില്ല എന്നെ കേൾക്കുന്നവരുടെ കൂടെ. ഹിസ്റ്ററി എടുത്ത് പഠിച്ചു നോക്കിക്കൂടുക. ഓരോ തീരുമാനത്തിലും പിടിവാശിയാണ്. കുട്ടിത്തം പോയിരുന്നില്ല എന്ന് തീർച്ചയാണ്. സാർവലൗകികമായ ഒരു ജാഗ്രതയിൽ കാര്യം പറഞ്ഞ ആളുകളെ മനസ്സിലാക്കാവുന്നതാണ്. സ്വപ്നങ്ങളിൽ തൈജസൻ പ്രവർത്തിക്കുമ്പോൾ അനുഭവങ്ങൾ വാസനാമയങ്ങളായ അനുഭവങ്ങളിൽ മറ്റൊരാളെ പറഞ്ഞു മനസ്സിലാക്കാനാവില്ല. ശരിയല്ല. എവിടെയെല്ലാം വ്യക്തി പിടിവാശി എടുക്കുന്നുവോ അവിടെയെല്ലാം അവൻ്റെ വാസനാമയനായ തൈജസൻ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഓരോരുത്തർക്കും നോക്കിയാൽ തിരിച്ചറിയും. മനസ്സിലായില്ല? എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനാവില്ല ഇതിങ്ങനെ വേണം. പക്ഷേ ഇങ്ങനെ ആയില്ലെങ്കിൽ ഞാൻ അതിനോട് വിപരീതമായി പ്രകൃതി പ്രതികരിക്കുകയോ തച്ചുടയ്ക്കുകയോ ചെയ്യും. എനിക്ക് നിങ്ങളുടെ ആ തീരുമാനത്തോട് യോജിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ തീരുമാനം ലോകരറിഞ്ഞാൽ അതാണ് ശരിയെന്ന് പറയും. ഞാനൊരാളത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നു. ലോകസാധാരണമല്ലാത്ത ഈ ചിന്തകളെല്ലാം തൈജസ്വഭാവത്തിന്റെ സംഭാവനകളാണ്. ശരിയല്ല, യോജിപ്പില്ല. തികച്ചും ഏകാന്തവുമാണ്. യുക്തിഹീനങ്ങളും സ്വയം ബോധ്യപ്പെടാത്തവയും എല്ലാ കാലത്തും എല്ലാ ദേശത്തും എല്ലായ്പ്പോഴും സ്വയം ബോധ്യപ്പെടാത്തവയും താൽക്കാലികങ്ങളായ വാസനകളിൽ മാത്രം നിലനിൽക്കുന്നവയും ഉണ്ടായി മറയുന്നവയും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ ഉറച്ചു നിൽക്കാത്തവയും തീരുമാനം എടുപ്പിച്ചു കഴിഞ്ഞാൽ തനിക്ക് പങ്കില്ലാതാകുന്നവയും ആയ ആയിരം സ്വപ്നങ്ങളിലൂടെയാണ് നിങ്ങളുടെ കുടുംബങ്ങളും വീടുകളും നാടും നഗരവും ഇന്ന് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വപ്നത്തെ അറിയാത്ത നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ വൈകല്യം ഒന്നുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ പർച്ചേസ്, നിങ്ങളുടെ ബിസിനസ്സുകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ, ഇവയെല്ലാം നോക്കിയാൽ ഈ വസ്തുത ബോധ്യമാവുകയും ചെയ്യും. അവയെ മുഴുവൻ ഭരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ആ തീരുമാനിച്ച ഒരു നിമിഷത്തിനപ്പുറം നിങ്ങളെ യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത, നിങ്ങളുടെ ജാഗ്രതത്തിന് പോലും ജാഗ്രതയിലേക്ക് വന്നാൽ സമ്മതമല്ലാത്ത സ്വപ്നങ്ങൾ മാത്രമാണെന്നും അതൊരു പ്രാവശ്യം ഉണ്ടായ അബദ്ധത്തിൽ ചാടിയാലും അടുത്തതിൽ അതിനേക്കാൾ വാശി വരികയും അതിനേക്കാൾ കൂടിയ വാസന കളിക്കുകയും ചെയ്യുകയല്ലാതെ വാസനാ നിർമ്മാർജ്ജനത്തിന് നിങ്ങളുടെ മനസ്സൊരുങ്ങുന്നില്ലെന്നും ഒന്ന് നോക്കിയാൽ ബോധ്യം. ശക്തമായ അഭിപ്രായ ഭേദം ഉണ്ടാകുന്നില്ല, ഉണ്ടാകേണ്ടതാണ്. അല്ലേ അല്ലേ? കാരണം ഞാൻ ബാക്കിയുള്ളവർ പറയുന്ന പോലെ നിങ്ങളോട് ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞിട്ട് പോവുമല്ല, ജീവിതത്തിലാണ് സ്പർശിക്കുന്നത്.
എൻ്റെയും നിങ്ങളുടെയും. അപ്പോൾ ഓരോ ജീവനും അവനവൻ്റെ ലോകത്തിലെ ഓരോ ജീവനെയൊക്കെ വിടുക. വിജയൻ എന്ന ജീവനെ എടുക്കുക. ചോദ്യകർത്താവ് വിജയനാണ്. വിജയൻ എന്ന ജീവനെ എടുക്കുക. വിജയൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, വിജയന്റെ മാത്രം ലോകത്തിലിരുന്നു കൊണ്ട് ചെയ്ത കാര്യങ്ങൾ ജാഗ്രതത്തിനെ അവലംബിച്ചായിരുന്നുവോ സ്വപ്നത്തെ അവലംബിച്ചായിരുന്നു? ആ ഒന്ന് ഇപ്പൊ തന്നെ ചിന്തിക്കുക. ഈ ഒരു നിമിഷം കുട്ടികൾക്കും സ്വപ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അവരെ നിയന്ത്രിക്കുമ്പോൾ ആ സ്വപ്നങ്ങളെ നിയന്ത്രിക്കുകയല്ലേ വേണ്ടത്, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. തൈലസിൻ്റെ ഒരു കളി മാത്രമാണ്. എപ്പോൾ വിഷയങ്ങളുടെ ഭാനം ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം അകത്തു നിന്ന് വാസന വന്ന് ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് സാർവലൗകികമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പരിചയസമ്പന്നരായ ആളുകളുടെ അനുഭവങ്ങളെയാണ് നീ പിന്തുടരേണ്ടത്. ഇല്ലെങ്കിൽ നിന്റെ ജീവിതം പോക്കാണ്. ഇതാ പഴമക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് ചോദ്യകർത്താവ് വിജയൻ ഇന്ന് മാറിയതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ അച്ഛനമ്മമാർ പറഞ്ഞത് അപ്പൂപ്പനെ നോക്കി പഠിക്കും, അമ്മൂമ്മയിൽ നിന്ന് കേട്ട് പഠിക്കും. അവർ പരിചയമുള്ളവരാണ്. അവർ അവരുടെ ജീവിതത്തെ കൊണ്ടുപോയൊരു മാർഗരേഖയുണ്ട്. അവരനുഭവിച്ച വ്യഥകളുണ്ട്, അവരനുഭവിച്ച നന്മകളുണ്ട്. അതവരുടെ ജീവിതത്തെ മാറ്റി മറിച്ചിട്ടുണ്ട്. നോക്കി പഠിക്കും. അവിടെ ഒരു ജീവിത മാതൃകയുണ്ട്. 60, 70, 100 കൊല്ലത്തിൻ്റെ ആ മാതൃകകളെ പോലും ഈ സ്വപ്നത്തിലേക്ക് വലിച്ചു താഴ്ത്തുക എന്നുള്ളതാണ് ഇന്ന് സമസാധ്യമായ പണി. ശരിയല്ല? അച്ഛനൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നോ? അവൻ കൊച്ചു കുഞ്ഞല്ലേ? പ്രായമായാലും മനുഷ്യൻ പഠിക്കില്ലെന്ന് തോന്നാൽ ഇത്ര തിരക്ക് കൂടണോ? ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ശരിയല്ല? ശരിയല്ല? അവസാനം ഇവന്റെ ജീവിതത്തിന് വേണ്ടി ലോകം മുഴുവൻ ജീവിച്ചില്ലെങ്കിൽ അത് തച്ചുടയ്ക്കുമെന്നതിലേക്ക് വരുന്നത് മുഴുവൻ ഈ സ്വപ്നസ്ഥാനീയനായ തൈലസമില്ല. അത് ഏകാന്തതയിലുമാണ്. ലോകം കണ്ട മഹാന്മാരായ എല്ലാ ടീച്ചർമാരും ഈ പട്ടികയിൽപ്പെട്ടവരാണ്. ലോകം നശിച്ചാലെന്ത്, നന്നായാലെന്ത്, ആയിരങ്ങൾ മരിച്ചാലെന്ത്, ജീവിച്ചാലെന്ത്, ജാഗ്രതയിലവർ കരുണാമയന്മാരും മറ്റുള്ളവരുടെ കരുണയെ അളക്കാൻ പ്രാപ്തരുമായിരിക്കുമ്പോഴും സ്വയം യാതൊരു കരുണയും ഇല്ലാത്തവരുമാണ്. ലോകത്തിന്റെ മുഴുവൻ കരുണയ്ക്ക് ആഗ്രഹിക്കുകയും കരുണയുള്ളവനെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന് ജാഗ്രതയിൽ പറയുകയും സ്വപ്നത്തിൽ യാതൊരു കരുണയും കാണിക്കാതിരിക്കുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന നിഷ്ഠൂരന്മാരാണ്. മാണ്ഡൂക്യത്തിന്റെ വെളിച്ചത്തിൽ പഠിച്ചു. ഞാൻ അവരൊന്നും പരിചയിച്ചില്ല. അവരൊന്നും കാരണം എന്താ വെച്ചാൽ പിടിവാശിക്കാരാണ്. നാരായണ ഗുരുദേവൻ എന്തെങ്കിലും പിടിവാശി ഉണ്ടായിരുന്നതായിട്ട് പറയാമോ? രമണ മഹർഷിക്ക് എന്തെങ്കിലും പിടിവാശി ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അവർ രാഷ്ട്രചേതനയ്ക്ക് വേണ്ടി നടന്ന് സമരം നടത്തിയോ? അവർ വന്ന ആളുകളെ ഇങ്ങനെ ജീവിക്കാവൂ എന്ന് പറഞ്ഞ് പിടിവാശി കാണിച്ചോ? കുഞ്ഞെ, ഇതൊക്കെയാണ് ശരി, ഇതൊക്കെയാണ് നല്ലത്, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അവിടെ തീർന്നു. വസ്തുത ഇതാണ്. നമ്മൾ ഉത്തരേ പറയുന്നുള്ളൂ. വസ്തുത ഇങ്ങനെയാണ്. നിങ്ങൾക്കതിന്മേൽ ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇറ്റ് ഡിപ്പെൻഡ്സ്. ശരിയല്ല? ഏതെങ്കിലും ഒരു മഹാപുരുഷൻ ആരുടെയെങ്കിലും ജീവിതം മാറ്റിമറിക്കാൻ പോയിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇവിടെ നിന്ന് പറയുമ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചും ശരിയാണോ എന്ന് ആലോചിച്ചും വേണം പറയാൻ. രാത്രിയിൽ കക്കാൻ വരുന്നവന് തൻ്റെ ജന്മദിനത്തിൽ ടോർച്ചടിച്ച് കാണിച്ചു കൊടുത്തൊരു മഹാന്റെ പേരുള്ള ഒരു സ്ഥാപനത്തിലാണ് ഞാൻ കേട്ടിരിക്കുന്നത്. മനസ്സിലായില്ല? അങ്ങനെയാണ് ചരിത്രത്തിൽ നിന്ന് കേട്ടിരിക്കുന്നത്. കള്ളമല്ലെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളും കേട്ടിട്ടുണ്ടാവും. കക്കണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും പോയില്ല.
മറ്റുള്ളവർ വരുന്നതിന് മുമ്പ് എടുത്തിട്ട് കൊള്ളനാണോ? അതെനിക്കപ്പെടാതിരിക്കാം. നമ്മുടെ പാർട്ടിക്കാരെ കൂടെ ഇങ്ങനെ വരുമ്പോൾ ഒരുമാതിരി കൈവെക്കാൻ തോന്നും. വേഗം നീ ഉള്ളത് കൊണ്ട് നിനക്കുള്ളതായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും രാത്രി നീ ഇത്ര കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നത്. എന്തിനാണ് ടോർച്ചടിച്ചു കൊടുത്തേ? അവൻ്റെ തൈജസനിൽ കക്കാതിരിക്കാൻ. കാരണം ഇപ്പോൾ വെളിച്ചത്തിൽ അവൻ ജാഗ്രതയിൽ കക്കട്ടെ. കാരണം ഞാനും അവനും കാണുമാറ് കക്കുമ്പോൾ അത് കളവല്ല. നാളെ രാവിലെ കൂടെയുള്ള ഭക്തന്മാർ വന്നാൽ ഞാനാടാ വെളിച്ചടിച്ചു കൊടുത്തത്. എന്തോ ആവശ്യത്തിന് വന്നു, ഞാനാ അവർക്ക് തലയടിച്ചു കൊടുത്തത്. ആരും കട്ടിട്ടില്ല. കാരണം ഞാനിരിക്കുന്നിടത്ത് ആരും കക്കുകയില്ല. നിങ്ങളുടെ തൈജസൻ സൂക്ഷിച്ചു വെച്ചു, എൻ്റെ തൈജസൻ സൂക്ഷിച്ചിട്ടില്ല. അവൻ്റെ തൈജസൻ എടുക്കാൻ വന്നു. മനസ്സിലായില്ല? അവനെ ജാഗ്രതയിൽ ഈശ്വരനിലൂടെ എടുപ്പിച്ചു കൊണ്ടുപോയി. മതിയാവും തോന്നുന്നു. പരമഹംസനിലേക്ക് നേടേണ്ടവരല്ലേ. അത്തരം ചൂണ്ടുവരലൊന്നും ശരിയല്ല. ഗാന്ധിയെക്കുറിച്ച് ഞാൻ ബഹുമാന പുരസ്സരം തന്നെയാണ് പറഞ്ഞത്. മറ്റു കാര്യങ്ങളിലുള്ള ബഹുമാനാദരങ്ങൾ നിലനിർത്തി തന്നെ. പക്ഷെ പിടിവാശികളെല്ലാം തൈജസൻ്റെതാണ്. അതിങ്ങനെ വേണ്ട ഇങ്ങനെ വേണമെന്നുള്ളത് വാസനാമയനാ പറയുന്നത്. മനസ്സിലായില്ല? എങ്ങനെ വേണമെന്ന് പ്രകൃതിയാണ് തീരുമാനിക്കുന്നത്. ശരിയല്ല, ശരിയല്ല. ആ തീരുമാനത്തെ മാറ്റിമറിക്കണമെന്ന് ഉത്കടമായ അഭിനിവേശമുണ്ടാകുന്നത് അത്രയും അന്ധപ്രജ്ഞയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ തീരുമാനം എടുക്കുമ്പോഴൊക്കെ പിന്നെ പറഞ്ഞുതരാവുന്നത്. നീ ഇപ്പോൾ വാ എൻ്റെ കൂടെ. ശരിയല്ല, ഞാൻ കാര്യമൊക്കെ പിന്നെ നിന്നോട് പറയാം. തൈജസ്സനല്ല തീരുമാനം, അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. ശരിയല്ല, എൻ്റെ തൈജസ്സനെ ഞാൻ പുറത്തേക്ക് വെച്ചാൽ നീ അംഗീകരിക്കില്ല. എന്നോടുള്ള പ്രിയത്തെ നീ അംഗീകരിക്കും. നിന്റെ തൈജസ്സനിൽ എന്നോട് കിടക്കുന്ന പ്രിയം ഞാനിപ്പോൾ മുതലാക്കുന്നു. കൂടെ വാ. കാര്യമൊക്കെ പിന്നെ പറയാം. ഇത് കഴിയട്ടെ. ശരിയല്ല, ശരിയല്ല. അതുകൊണ്ട് പറഞ്ഞ് ഇന്നുവരെ എടുത്ത തീരുമാനം നോക്കുക. തിരിച്ചു വരാം. താനായിരുന്നല്ലോ ചോദ്യകർത്താവ്. താൻ ഇന്നുവരെ എടുത്ത തീരുമാനം ഒന്ന് ആലോചിച്ചു നോക്കുക. എത്ര ശതമാനം ജാഗ്രതയിലെടുത്തു? വളരെ പ്രത്യേകത. ജാഗ്രതയിലെടുക്കുന്ന ഒരു തീരുമാനത്തിനും സാമാന്യമല്ലാതെ വിശേഷം ഉണ്ടാവില്ല. ഒരുപാട് ഭയമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനം നിങ്ങൾ അടിച്ചിരിക്കില്ല. ഭാര്യയോട് പറഞ്ഞു എനിക്ക് ഇഷ്ടംപോലെ തീരുമാനം ചെയ്യാം. അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം എന്തെങ്കിലും അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായി ഇവിടെ വന്ന് അത്തരം കാര്യങ്ങളെ തൈജസ്സനിൽ എടുക്കുന്നതായി കൂട്ടാൻ പറ്റും. അത്തരം കാര്യങ്ങളെ സാമൂഹികമായ അറിവിൻ്റെ രണ്ട് അംശങ്ങളിൽ ചേർത്താണ് നടക്കുന്നത്. അതൊരു ഭാഗത്ത് നിങ്ങളിലേക്ക് ഋഷഭുര പ്രമാണിമാർ അതിനെതിരായുള്ള അഭിപ്രായവും ഒരു ഭാഗത്തേക്ക് നിങ്ങളിൽ അതിനനുകൂലമായ അഭിപ്രായവും ഋഷഭുരന്മാർ തന്നെ തരുന്നത് അവർ രണ്ടു കൂട്ടർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. അതാണ് നിങ്ങൾക്ക് തിരിച്ചറിയാതെ പോയത്. കാരണം നാളെ വൈകല്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കച്ചവടത്തിൻ്റെ ഭാഗമായ ഭിഷഗ്വരന്മാർ മുന്നറിയിപ്പ് നൽകി എന്നുള്ളത് കൊണ്ട് അത് മുതലാക്കി കച്ചവടക്കാർ രംഗത്തുണ്ടാവും. അതിൽ നിന്ന് അപകടങ്ങൾ ഇല്ലാതെ ഗുണം വന്നാൽ അത് നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണെന്നുള്ളത് കൊണ്ടും കച്ചവടക്കാർ മുതലെടുക്കും. അജ്ഞേയങ്ങളായ സത്യങ്ങളെ കച്ചവട സംഘങ്ങൾ മുതലാക്കുന്നത് രണ്ടു കൂട്ടരെയും സോൾ എക്സിസ്റ്റ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ആത്മാവുണ്ടോ? ബുദ്ധൻ ചിരിച്ചേ ഉള്ളൂ, മറുപടി പറഞ്ഞില്ല.
ബുദ്ധന്റെ ചിരിയിൽ നിന്ന് വച്ചകോട്ട അടുത്ത ചോദ്യം നെഗറ്റീവായി ചോദിച്ചു. സോ ദ സോൾ ഡസൻറ്റ് എക്സിസ്റ്റ്. അപ്പോഴും ബുദ്ധൻ ചിരിച്ചു വിട്ടു, മറുപടി പറഞ്ഞില്ല. വച്ചകൂട്ട നടന്നകന്നു. എ വണ്ടറിങ് മങ്ക്. ആനന്ദൻ ബുദ്ധനോട് ചോദിച്ചു, മഹാത്മൻ, എന്തുകൊണ്ടാണ് വച്ചകോട്ട ചോദിച്ചപ്പോൾ, ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് ചിരിച്ചു? ഉത്തരം പറഞ്ഞില്ല. ഇല്ല എന്ന് പറഞ്ഞപ്പോഴും അങ്ങ് ചിരിച്ചു, ഉത്തരം പറഞ്ഞില്ല. എന്നോട് പറയൂ, എന്താണ് ഉത്തരം? ആനന്ദ, ഞാൻ ആത്മാവുണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വരവാദികളായ ബ്രാഹ്മണർ ഒരുപാട് പേരെ കളിപ്പിക്കും. ഞാൻ ആത്മാവില്ലെന്ന് പറഞ്ഞാൽ നിഹിലിസ്റ്റുകളായ ബ്രാഹ്മണർ ഒരുപാട് പേരെ കളിപ്പിക്കും. രണ്ടു കൂട്ടരും എന്താണ് ആത്മാവെന്ന് അറിയുകയുമില്ല. മനസ്സിലായി കാണുന്നതായിരിക്കും. അറിയേണ്ട വസ്തുവിനെ ഉണ്ടെന്ന് പറയുന്നതും ഇല്ലെന്ന് പറയുന്നതും കച്ചവടത്തിനാണ്. ഈ അജ്ഞാതത്തെയാണ് സ്വപ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മാനവന്റെ തൈജസ ലോകങ്ങളിൽ എന്നും കച്ചവട സംഘങ്ങൾ കയറിക്കൂടുകയും വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും അവൻ്റെ തൈജസ ഭാവത്തെ, അവൻ്റെ തേജസ്സിനെ, അവൻ്റെ സ്വപ്നത്തെ, അവൻ്റെ മായാമയനെ, അവൻ്റെ വാസനാമയനെ കാണാതിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഓരോ ഭർത്താവും ഭാര്യയുടെ തൈജസ്വഭാവം മുതലെടുക്കാൻ ശ്രമിക്കുന്നു. ഓരോ അച്ഛനും കുഞ്ഞിൻ്റെ തൈജസ്വഭാവം മുതലെടുക്കാൻ ശ്രമിക്കുന്നു. ലോകത്ത് നടക്കുന്ന എല്ലാ കച്ചവടങ്ങളിലും ഈ സ്വപ്നത്തിൻ്റെ മുതലെടുക്കും. അതുകൊണ്ട് ഒരിക്കലും അവൻ തൻ്റെ സ്വപ്ന ലോകത്തെ പഠിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. പ്രാചീനർ പഠിച്ചതും പഠിപ്പിച്ചതും സ്വാപ്നിക തൈജസ്സിനെ കുറിച്ച് മാത്രമാണ്. ഇത് വളരെ നിഗൂഢമായ ലോകങ്ങൾ അവർ മനസ്സിനെ അത്രയേറെ സൂക്ഷ്മമാക്കി പഠിച്ചു. സൂക്ഷ്മ ബുദ്ധി, അതിസൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് വളരെ ശക്തമായി അവർ പഠിക്കുകയാണ്. ഏതൊരു കാര്യവും ചോദ്യം ചെയ്യപ്പെടാതെ ചെയ്തു തരാൻ മാർക്കറ്റിൽ ഏറ്റവും വില നിലവാരമുള്ളത് സ്വപ്നം മാത്രമാണ്. ഏത് വഴിയിൽ കിടക്കുന്ന കല്ലും ഏത് കാഷ്ടവും നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കാം. തൈജസ്സിനെ അറിയാത്തവന് കൊടുക്കുകയും തൈജസ്സിനെ അറിയുന്നവൻ കൊടുക്കുകയും ചെയ്താൽ എന്തും എത്ര കോടി രൂപയ്ക്ക് വിൽക്കാം. അങ്ങനെ ഒരു ഉപഭോക്തൃ ലോകത്തെ സൃഷ്ടിക്കണമെങ്കിൽ ആ ഭോക്താവ് സ്വപ്നത്തെ കുറിച്ച് അറിയാത്തവനായിരിക്കണം. ഇന്ന് നിങ്ങൾക്ക് 1000 ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട് പാലക്കാട് മാത്രം എടുത്താൽ. ഇന്നത്തെ ജനസംഖ്യ ആനുപാതികമായി അവിടെ എല്ലാം നോക്കിയാൽ കച്ചവടം തകൃതിയാണ്. നിങ്ങൾക്കൊക്കെ വേണ്ടതിലധികം വസ്ത്രങ്ങളുമുണ്ട്. അവയിൽ പലതും നിങ്ങളുടെ തൈജസ്സിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്, വിശ്വനെ കൊണ്ട് വാങ്ങിപ്പിച്ചതല്ല. നിങ്ങളിൽ ഒരാൾ പോലും അതൊന്ന് നിവർത്ത് അതിലെ നെടുകയും കുറുകയുമുള്ള നൂലുകളുടെ എണ്ണം ഒരു സാമ്പിളിൽ പോലും എണ്ണി നോക്കിയിട്ടില്ല. മറിച്ച് അവൻ വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ ആ കടയിൽ അതൊരു സാമ്പിളിൽ അവൻ എണ്ണി നോക്കി, ഇത്ര നൂലുകളുള്ളതിൽ ഇത് വിൽക്കാൻ എനിക്ക് പറ്റില്ല, ഇത് വിറ്റാൽ കാശ് കിട്ടില്ല എന്ന് അവൻ ആവശ്യപ്പെടുമ്പോൾ അവനോട് പറയാ, തൂക്കിയെടുത്തു 2 രൂപയ്ക്ക്. അതാണ് കളറടിച്ച് നിങ്ങൾക്ക് കൊണ്ട് തരുമ്പോൾ എണ്ണാതെ നിങ്ങൾ കളർ കണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകും.
നിങ്ങളെ കാണുന്നത് പലതും മിററിലാണ് കാണുന്നത്. ആയിരക്കണക്കിന് കച്ചവടക്കാരും 10,000-കണക്കിന് കസ്റ്റമേഴ്സും ലക്ഷക്കണക്കിന് തുണികളും ആ ചെറിയൊരു മുറിക്കകത്ത് നിരന്നിരിക്കുന്നതായി നിങ്ങളുടെ സ്വപ്ന ലോകത്തേക്ക് കാണിക്കുന്നത് 2 കണ്ണാടിയുടെ മായാജാലത്തിലാണ്. അതുപോലും അറിയാതെ വാങ്ങിക്കൊണ്ടു പോകും. ശരിയല്ല, നുണയാണ് ഞാൻ പറയുന്നത്. പഴയ ആളുകളാണെങ്കിൽ ഒരു കടയിൽ വെച്ചിരിക്കുന്ന സാധനം ചെന്ന് എടുത്ത് പൊക്കി നോക്കി ഒരു നിമിഷം കൊണ്ട് അവൻ അതിൻ്റെ നെടുകയും കുറുകയുള്ള നൂലുകൾ സാമ്പിളിൽ ഒരു 15 എണ്ണം എണ്ണി നോക്കി അത് 2x2 ആണോ 3x2 ആണോ 4x2 ആണോ 5x2 ആണോ അതനുസരിച്ച് എത്ര അകലം ഉണ്ടാവും, ഉടുത്താൽ എത്ര നഗ്നത മറയും, ഇതെല്ലാം അവൻ കൃത്യമായി നോക്കി എത്ര നാളുകൊണ്ട് ഇതിൻ്റെ ഇഴയ്ക്ക് കേടുവരും, എത്ര എരട് കേടുവന്നുകൊണ്ട് എത്ര പൊട്ടിയിട്ട് തിരിച്ചുവിട്ടതുണ്ട്, ഇതെല്ലാം മനസ്സിലായി. അതുകൊണ്ട് അവൻ്റെ സ്വപ്ന ലോകത്തതറിയും. അവൻ്റെ തൈജസ്സിനെ അവൻ വിൽപ്പനയ്ക്ക് വെക്കില്ല. എൻ്റെ ഉദാഹരണങ്ങൾക്ക് അപര്യാപ്തമാണെന്ന് തോന്നുന്നു. നിങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശരിയാകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നുണയാണ്. ഒരു അഡ്വർടൈസ്മെൻറ്റും ഒരു ഫ്രീ ഗിഫ്റ്റും ഉണ്ടെങ്കിൽ ഏത് കൊള്ളിക്കരുതാത്തൊന്നും സ്വപ്നത്തിൽ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോകും. ശരിയല്ല? അതാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ സ്വപ്നത്തിലായിരുന്നു മേടിച്ചുകൊണ്ട് പോകുന്നത്. നിങ്ങളുടെ തൈജസ്സനായിരുന്നു കൊണ്ട് പോകുന്നത്. ലോകത്തെ ഏറ്റവും ശത്രുക്കളായി നിൽക്കുന്ന 2 പേരാണ് ജീവിത രംഗത്ത് ഇന്ന് തൈജസ്സനും വിശ്വനും. വിശ്വാഭിമുഖ്യവും തൈജസ്സാഭിമുഖ്യവും സമാനതകളോടുകൂടി പോകുന്നത് അത്യപൂർവമാണ്. അത് ജനത പഠിക്കരുത് എന്ന് നിർബന്ധമാണ്. പഴമക്കാർ പഠിപ്പിച്ചത്. ഒരാഹാരം കഴിക്കാത്ത കുഞ്ഞിന് വിശക്കുമ്പോൾ വിശ്വനുണരുമെന്നും വൈശ്വാനരൻ ഉണരുമ്പോൾ അവൻ കഴിച്ചുകൊള്ളുമെന്നും സമാധാനിക്കാതെ തൈജസ്സനെ വളർത്തുമാറ് അത് ചേർത്തും ഇത് ചേർത്തും ആ കളറിലും ഈ കളറിലും ഒക്കെ ഒരമ്മ ആഹാരം പാചകം ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ്റെ തൈജസ്സ ഭാവങ്ങൾ മാത്രമാണ് ആഹാര നീഹാരങ്ങളിലൂടെ വളരുന്നത്. അവൻ ജീവിതത്തിൽ ഒരിക്കലും തൻ്റെ വിശപ്പിന് ആഹാരം കഴിക്കില്ല. ആരോഗ്യവും അവനുണ്ടാവില്ല. അന്തപ്രജ്ഞ എന്നൊരു ശബ്ദത്തിന് എത്ര വ്യാപ്തിയുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പഠിക്കുക. ഔപനിഷദികമായ ഒരു സന്ദേശം യുഗങ്ങൾക്ക് മുമ്പുള്ളതാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ഇന്നിങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? മനസ്സിലായില്ല. എന്നിട്ട് ആ ബുദ്ധിമാന്മാരാണെന്ന് ഞെളിയുന്നത്. ഒരൊറ്റ പരസ്യ മാതൃകയിൽ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ അച്ഛനോ അമ്മയോ മകനോ മകളോ സഹോദരനോ സഹോദരിയോ വീഴുന്നത് തൈജസ്സനിലാണെന്ന് അവൻ തിരിച്ചറിയുമോ? ഞാൻ നിങ്ങളോ തിരിച്ചറിയുമോ? തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു. അറിയുമോ? അതുകൊണ്ടാണ് പറഞ്ഞത് തൈജസ്സനിൽ നിന്ന് വിദ്യാഭ്യാസമില്ല. ജാഗ്രതയെയും സ്വപ്നത്തെയും തിരിച്ചറിഞ്ഞ് ജാഗ്രത സ്വപ്നത്തിൽ വിലയം പ്രാപിക്കുന്നുണ്ടെന്നും
സ്വപ്നം ജാഗ്രതത്തിലേക്ക് പദമൂന്നി നിൽക്കുന്നുണ്ടെന്നും ജാഗ്രതത്തിന്റെ ഒരു നിമിഷം കഴിഞ്ഞാൽ സ്വപ്നമാണ് കയറി വീഴുന്നതെന്നും ഒരു സ്വാപ്നികനും തിരിച്ചറിയാതിരിക്കുക.